ശിവജിയുടെ പുതിയ പ്രതിമ പണിയാൻ 20 കോടി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്ത ശിവജി പ്രതിമ തകർന്നതിന് പിന്നാലെ അതേ സ്ഥലത്ത് പുതിയ പ്രതിമ പണിയാനൊരുങ്ങി മഹാരാഷ്ട്ര സർക്കാർ. പഴയ പ്രതിമയുടെ ഇരട്ടി വലിപ്പമുള്ള പുതിയ പ്രതിമയ്ക്ക് ചിലവ് കണക്കാക്കുന്നത് 20 കോടി രൂപയാണ്. സർക്കാർ ഇതിനായി ടെൻഡർ ക്ഷണിച്ചു. പ്രതിമയ്ക്ക് 100 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടായിരിക്കണമെന്നും കരാറുകാരൻ 10 വർഷത്തേക്ക് അറ്റകുറ്റപ്പണികളും ചെയ്യണമെന്നും ടെൻഡർ രേഖയിൽ പറയുന്നുണ്ട്. തുടക്കത്തിൽ 3 അടി ഫൈബർ നിർമ്മിത പ്രതിമ മാതൃക സൃഷ്ടിക്കുമെന്നും അതിനുശേഷം ആർട്ട് ഡയറക്ടറേറ്റിൽ നിന്ന് പ്രതിമയ്ക്ക് അംഗീകാരം നൽകുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. IIT ബോംബെയുടെ മാർഗനിർദ്ദേശത്തിൽ മുഴുവൻ പദ്ധതിയും നടപ്പിലാക്കുകയും പരിചയസമ്പന്നരായ ഏജൻസികൾക്ക് ഈ പ്രതിമയുടെ നിർമ്മാണ ചുമതല നൽകുകയും ചെയ്യും. പ്രതിമയുടെ ശക്തി ഉറപ്പാക്കാൻ നിരവധി വിദഗ്ധരെയും ഉൾപ്പെടുത്തുമെന്നും അധികാരികൾ വ്യക്തമാക്കി. സിന്ധുദുർഗിലെ തകർന്ന പ്രതിമയുടെ അതേ സ്ഥാനത്ത് തന്നെയാകും പുതിയ പ്രതിമ സ്ഥാപിക്കുക. 17ാം നൂറ്റാണ്ടിലെ മറാത്ത സാമ്രാജ്യ സ്ഥാപകൻ ശിവജിയുടെ 35 അടി ഉയരമുള്ള പ്രതിമ കഴിഞ്ഞ വർഷം നാവികസേനാ ദിനമായ ഡിസംബർ 4-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാച്ഛാദനം ചെയ്തത്. സിന്ധുദുർഗ് ജില്ലയിലെ മൽവാൻ താലൂക്കിലുള്ള രാജ്കോട്ട് കോട്ടയിലായിരുന്നു പ്രതിമ സ്ഥാപിച്ചത്. എന്നാൽ കഴിഞ്ഞ ഓഗസ്റ്റ് 26-നുണ്ടായ ശക്തമായ കാറ്റിൽ പ്രതിമ തകർന്നു. ശില്പി ജയ്ദീപ് ആപ്തയെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സർക്കാർ ധൃതി പിടിച്ചാണ് ശില്പനിർമ്മാണത്തിന് തീരുമാനിച്ചതെന്നും അതാണ് ഗുണനിലവാരം മോശമാകാനും തകർന്നു വീഴാനും കാരണമെന്നാരോപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയതിന് പിന്നാലെയാണ് പുതിയ പ്രതിമ നിർമ്മിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്.